ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെ വീഡിയോയ്ക്ക് തന്ന കട്ട സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെയുള്ള ഒരു ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം അമ്മേനെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് നേരെ കുമ്മിളിക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും കുമ്മിളിയിൽ വന്നിട്ടൊരു രണ്ടേ മുക്കാൽ വർഷമായി കേട്ടോ. അപ്പോൾ അമ്മേനെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ സെൻറ്റ് തോമസ് ചർച്ച് വടവാതൂർ ഇടവകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ അവിടെ അമ്മേനെ ഡ്രോപ്പ് ചെയ്തു. അമ്മ ബസ്സിൽ പോകാനാണ് നിന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്, അമ്മയെ ഒന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് കൊണ്ടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ആദ്യ കുർബാനയും കാര്യങ്ങളും. എൻ്റെ ഒരു 5ാം ക്ലാസ് തൊട്ട് നമ്മൾ ഈ ഒരു പള്ളിയിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആക്കിയിട്ട് പോവാണ്. അപ്പം ഞാൻ പറയാം, നിൻ്റെ പേരാണ് ഈ പള്ളിക്ക് സെൻറ്റ് തോമസ് ചേർച്ച് എന്നുള്ളത്. അപ്പോൾ അവന് ചിരി വരികയാണ് കേട്ടോ. അവന് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അവൻ്റെ മാമോദീസ നമ്മൾ നടത്തുന്ന പള്ളിയിലാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് ആദ്യത്തെ മാമോദീസ നടത്തുക. അപ്പോൾ അതിനുള്ള ഭാഗ്യം എൻ്റെ മോന് ഉണ്ടായിട്ടില്ല. വലിയ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് മുണ്ടക്കയത്ത് വരെ കിട്ടിയില്ല, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി എത്തിയപ്പം കൊട്ടാരം ബേക്കേഴ്സിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ കൊട്ടാരം ബേക്കേഴ്സ്. അപ്പോൾ ഓണത്തിന് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ് കേട്ടോ, ചിപ്സും മുറുക്കും എല്ലാം കൂടെ ഉള്ളത്. പിന്നെ പായസം, കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ചെറിയൊരു സ്നാക്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കയറി കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇത് മുണ്ടക്കയം സ്റ്റാൻഡ്. ഒരുപാട് പണ്ട് ഉണ്ണിയപ്പം കഴിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും മുണ്ടക്കയത്തുനിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്ലൈമറ്റ് ഫുൾ അങ്ങോട്ട് മാറി കേട്ടോ. കോടയും കാര്യം തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് താത്തിയിട്ട് ആ കോടയൊക്കെ അങ്ങ് ആസ്വദിച്ച് പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറേ നാളായി ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ജീവിച്ചിട്ട്. നമ്മളിങ്ങനെ ഹൈ റേഞ്ചും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലൈമറ്റിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഞങ്ങൾ ഈ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 11:30 സമയമാണ് കേട്ടോ. ഈ കാണുന്നത് കോട കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ചാക്കോയൊക്കെ ഫുള്ളി എക്സൈറ്റഡ്. ചാക്കോവിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബോധം വന്നിട്ടുള്ള ആദ്യത്തെ ഹൈ റേഞ്ച് ട്രിപ്പായിരിക്കും കേട്ടോ. അവന് കുഞ്ഞിതായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 6ാം മാസത്തിലെങ്ങാണ്ടാണ് അവൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ നമുക്ക് ഇവിടെ കുറച്ച് 2-3 സ്ഥലത്ത് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴി അതൊക്കെ കണ്ടു. നല്ല ഡെപ്ത് ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റോഡ് പകുതി മുക്കാലും പോയിട്ടുണ്ട്. മോളിൽ നിന്ന് ഇങ്ങനെ ഉരുൾ പൊട്ടി. അപ്പോൾ തോമു ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ തോമുനെ കാണിച്ചത് കണ്ടോ. ആർക്കും അപകടം ഉണ്ടാവാഞ്ഞത് നന്നായി. ഒരുപാട് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്കത് എത്രത്തോളം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ എനിക്ക് പറഞ്ഞിട്ട് ആ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു കറക്റ്റായിട്ടുള്ള വ്യാഖ്യാനം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു പ്ലാൻ എല്ലാ കസിൻസിൻ്റെ വീട്ടിലും പോയിട്ട് അതങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് നാളെ പിള്ളേരെയും കൊണ്ട് എവിടെയെങ്കിലും ഇവിടെ അടുത്ത് ബോട്ടിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ ലോയർ ക്യാമ്പിൽ പോവാം. അപ്പോൾ ഡോൺ ചേട്ടനും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളം കൊണ്ടുവന്ന പൈപ്പൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം എന്നിങ്ങനെ വണ്ടിയിലിരുന്നാണ് കേട്ടോ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ അങ്ങ് തൃശ്ശൂരിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നൊരു ട്രിപ്പല്ല സത്യം പറഞ്ഞാൽ. ഞാനും എപ്പോഴും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒന്നും പ്രീ പ്ലാൻഡ് ചെയ്യാതിരിക്കുക. അതാണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് വരുമ്പം ഇതൊന്നും നമുക്ക് നടക്കില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. അപ്പം വന്നപടി ചന്തം എന്ന് മമ്മി എപ്പോഴും പറയും. ആ വന്നപടി ചന്തത്തിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. കണ്ടോ, എനിക്കിപ്പോഴും പണ്ടൊക്കെ നമുക്കിതൊരു ശീലമായിരുന്നു. നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ട് ഇതൊന്നും വലിയ ഇത് എന്തോ കോട ഇത് എന്തിട്ടാന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസും സന്ദർഭങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഞാൻ പറയുന്നുണ്ടല്ലേ, അത് മേ ബി എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിലും വേഗം എത്തി കേട്ടോ. ഞങ്ങൾ ഇത്രയും വേഗം എത്തും എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം വളവും തിരിവുകയാണെങ്കിൽ ഇപ്പം നോൺചേട്ടനോട് അധികം സ്പീഡിൽ പോവണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഗ്ലാസ് തുറന്നിട്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യാറില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു മതി, ഇത്രയും വീഡിയോ എടുത്താൽ മതി, കോടയുടെ ഒക്കെ ആൾക്കാർ കണ്ടാൽ ബോറടിക്കില്ലേ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സന്തോഷമായത് ഇവിടെ വന്നിട്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് വെക്കേഷന് വന്നതാണ് നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞ് സംസാരിച്ചപ്പോൾ
ഭയങ്കര സന്തോഷമായി. പിന്നെ പട്ടുമലപ്പള്ളി കുറേയൊക്കെ നമ്മുടെ പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, ഡിവോഷണൽ സോങ്, നാദാ നിന്നെ കാണാൻ. ആ പാട്ട് ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. നല്ലൊരു ലൊക്കേഷനാണ്. ഈ സൈഡിലൊക്കെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളും നമ്മുടെ ഓർഡിനറി മൂവിയിൽ ലാസ്റ്റ് ഒരു മാർക്കറ്റിൽ കൂടെ ഓടുന്ന ഒരു സീനുണ്ട്, നമ്മുടെ കുഞ്ചാക്കോവനും ബിജു മേനോൻ സാറൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു സീനൊക്കെ എടുത്ത് അവിടെയാണ്. ഇതാണ് നമ്മുടെ ചെളിമട കവല. ഇവിടുത്തെ അന്തോണിസ് പുണ്യാളൻ എല്ലായിടത്തെയും പവർഫുള്ളാണ്. ഇവിടുത്തെ പവർഫുൾ അന്തോണിസ് പുണ്യാളൻ്റെ തൊട്ടി ഇതാണ് കേട്ടോ, കുരിശും തൊട്ടി ഇതാണ്. പിന്നെ ഞാൻ ഉണ്ടായത് നമ്മുടെ ഈ പെരിയാർ ഹോസ്പിറ്റലിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടായ ഉടനെ അടച്ചിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ബോധം വന്ന് ഞാൻ കോളേജിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് അടച്ചത്. പണ്ട് കുമളിക്കാരുടെ ആശുപത്രി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കട്ടപ്പനയ്ക്ക് പോകണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ. ഒരുപാട് എന്താ പറയുക, കുറേ നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഹോളിഡേ ഹോമിൻ്റെ വാതിക്കലെത്തി. ഇവിടെയാണ് എൻ്റെ ഒരു കസിൻ താമസിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അപ്പോഴത്തേക്കിനും അവർ തിരിച്ച് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു കസിൻ്റെ നമുക്ക് റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്കാണ് പോയത്. നമ്മൾ വീടുകളിലൊന്നും താമസിക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഏജ്ഡ് ആണ്. പിന്നെ നമുക്കും ഒരു പ്രൈവസിയാണ്, അവർക്കും വലിയ ശല്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലൂർദ് പള്ളിയുടെ ഓപ്പോസിറ്റ്, നമ്മുടെ എടവപ്പള്ളിയുടെ ഓപ്പോസിറ്റ് സാന്ദ്ര പാലസ് ഞാൻ നോക്കിയപ്പം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ്. നിങ്ങൾ കുമളിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോളൂ. നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ സാൻഡ്ര പാലസ് വരെ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ ഫുഡും ഇഷ്ടമായി. ഞാൻ ഒരു ഫുഡ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മിസ്സായല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് കഴിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് തോന്നി അവിടെ ഓണാഘോഷ പരിപാടിയാണെന്ന്. പിന്നെ വൈകുന്നേരമാണ് അറിയുന്നത് റോയ് ചാച്ചൻ്റെ സ്പോൺസറിങ് ആയിട്ടുള്ള ഓണാഘോഷമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ പായസം കുടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം റോയ് ചാച്ചൻ്റെ അവിടെ പോയി ഇപ്പം അങ്ങ് തീർത്തു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ടോം ചാച്ചൻ്റെ അടുത്തും ജോസ് ചാച്ചൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ പണിതിട്ടിരിക്കുകയാണ്. അപ്പം ടോം ചാച്ചനും മോളെ ആൻറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജോസ് ചാച്ചനും മേരിക്കുട്ടാൻ്റെയും വീട്ടിലുണ്ടായിരുന്നില്ല. അവരുടെ പോയി കാണാൻ വിളിച്ചിട്ടാണ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ടോം ചാച്ചനെ കണ്ടിട്ട് ഇതുണ്ടോ, നമ്മുടെ 2 എൻട്രൻസിലും ആൻ്റണി എന്നും ക്ലാര എന്നും എഴുതിയിട്ടുണ്ട്. ഡാഡിയുടെയും മമ്മിയുടെയും പേരാണ്. അപ്പോൾ ദേ പണ്ട് ടോം ചാച്ചൻ ചെയ്തിരിക്കുന്നതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത് കേട്ടോ. ഇതൊക്കെ ടോം ചാച്ചൻ്റെ കലാവിരുതുകളാണ്. അപ്പോൾ ഇവർക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വീടുണ്ട് ബിൽഡിങ്ങിൻ്റെ താഴെ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ജോസ് ചാച്ചനും മേരിക്കുട്ടാൻ്റെയും താമസിക്കുന്നു. ഇപ്പുറത്ത് ടോം ചാച്ചൻ റെൻറ്റിന് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് അമ്മയുടെ അപ്പനും അമ്മയും. അമ്മ 67-ാം വയസ്സിലും അപ്പൻ 96-ാം വയസ്സിലാണ് കേട്ടോ മരിച്ചത്. ഇതൊക്കെ ടോം ചാച്ചൻ്റെ പരിപാടികളാണ്. വചനങ്ങൾ വീട്ടിലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് മാത്രമല്ല നമ്മുടെ ആങ്ങളമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഓവർ ഭക്തി കാണിക്കില്ല, ബട്ട് ദേ ആർ സോ എന്താ പറയുക, ഡിവോഷണലായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോംപ്ലക്സിലിരിക്കുന്ന കടകളാണ്. ഇതൊക്കെ ജോസ് ചാച്ചൻ്റെയാണ് കേട്ടോ. ടോം ചാച്ചൻ്റെ ഇതിൽ എനിക്കൊന്ന് ബാങ്ക്, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെയാണ്. വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ അമല സൂപ്പർ ബസാർ. ഇത് നമ്മുടെ റോയ് ചേട്ടൻ്റെ ബിൽഡിംഗാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കൊടക്കീഴിലാണ്. അപ്പുറത്തും ഇപ്പുറത്തും ചേട്ടനും മകൻ്റെ, അതായത് അമ്മയുടെ അപ്പനും ഇവിടുത്തെ അപ്പനും ചേട്ടനും അനിയനുമാണ്. ഈ ഒരു ചെടിയിൽ പടക്കം പൊട്ടിച്ചതിന് കയ്യും കണക്കൂല. എത്ര പേർക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. പപ്പയായിട്ട് തുടങ്ങിയ ഒരു റേഷൻ കടയുണ്ട് കേട്ടോ അവർക്ക്. വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അവർക്ക് ആകെ മൊത്തം തിക്കും തിരക്കുമായിരുന്നു. വീഡിയോ എടുത്തപ്പോഴാണ് എൻ്റെ മുഖം കാണുന്നത്. അപ്പോൾ ഞാൻ ദേ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ പുറത്ത് ഫുഡ് മേടിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ അവരെ രണ്ടുപേരെ ഉറക്കി. അപ്പം നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ ബോട്ടിങ്ങിനൊക്കെ പോവാം എന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അലഞ്ഞു തിരിയേണ്ട. എഴുന്നേക്കാൻ പറ്റിയ പള്ളിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ നാളായി ഇവിടുത്തെ പള്ളിയിൽ പോയിട്ടും കല്ലറയിൽ പോയിട്ടും ഒക്കെ. ഇവിടെ ഡാഡിയും മമ്മിയും ഒക്കെ ഉണ്ട്. പപ്പയുണ്ട്, നമ്മുടെ റേഷൻ കടയിൽ പപ്പച്ചായനുണ്ട്. അപ്പം എല്ലാവരെയും ഒന്ന് കാണണം. എന്താ അങ്ങനെയൊക്കെ ഇരിക്കണു. അങ്ങനെ എല്ലാവരെയും കണ്ടു ഒരു സന്തോഷമായി. എനിക്ക് ആകെ മിസ്സായത് നമ്മുടെ ട്വിൻസിൻ്റെ ഫാമിലീനെയാണ്. തങ്കച്ചാച്ചനെയും ആൻറ്റീനെയും കണ്ടു, പക്ഷേ സീനോ ചേച്ചീനെ കണ്ടില്ല, ടോണി റോണിമാരെ കണ്ടില്ല, ചേച്ചിമാരെ കണ്ടില്ല. അവരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്ന സമയത്ത്, അതായത് കോട്ടയത്തു നിന്ന് എത്തിയ സമയത്തായിരുന്നെങ്കിൽ അവർ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ടോം ചാച്ചൻ്റെയൊക്കെ അവിടെ പോയിട്ടാണ് തിരിച്ച് ലാസ്റ്റാണ് ഇവിടെ വന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, സിസിലി ആൻറ്റി പറഞ്ഞു, അവരിത് ഇപ്പോൾ അവിടെ എത്ര ചോറ്റിയാണോ പോറ്റിയാണോ ഒരു സ്ഥല പേരുണ്ടല്ലോ, അവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ.
എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവരെയും കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് തോന്നുന്നു തോമു ബേബി ആയിരുന്നപ്പോൾ കണ്ടതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ ഇനി എപ്പോഴെങ്കിലും കാണാം. എനിക്ക് പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ വന്നത്. തോമുവിനെ ഞാൻ ഭയങ്കരമായിട്ട് പിരികേറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചേച്ചിമാരെ കാണാം. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സിനോ ചേച്ചിക്കും അന്തോനിച്ചനും 2 പിള്ളേരാണ്. ഒരു ബോയും ഒരു ഗേളും. ടോണി റോണിമാർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ടോണി ചേട്ടനും അന്നയ്ക്കും ഒരു ബോയും റോണി ചേട്ടനും മരിയയ്ക്കും ഒരു ഗേളും ആണ് കേട്ടോ. ഇമ്മാനുവലും ഇവാഞ്ചലും ചച്ചുക്കുട്ടനും സിസ്ലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഒരുപാട് മിസ് ചെയ്യട. ഇവാൻകുട്ടൻ ഇവാൻകുട്ടൻ ഇമ്മുക്കുട്ടൻ ഇമ്മാനുവൽ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവൻ ഇമ്മുക്കുട്ട അമ്മുക്കുട്ട എന്നിങ്ങനെ വിളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ്. പണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അവൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോസും. ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഒരു ക്രേസ് ആണല്ലോ ഫോട്ടോ ഇടാന്നുള്ളത്. അങ്ങനെ പിന്നെ സ്റ്റേ ടോട്ടലി കൊള്ളാം കേട്ടോ. നമ്മുടെ ഇവിടെ തേക്കടി കവലയിലുള്ളതാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കുറേ പേര് ബിസിനസ് ഫോണിൽ സ്റ്റാറ്റസ് ഇടുന്നില്ലല്ലോ എന്താന്ന്. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. സ്റ്റാറ്റസ് ഇട്ടാൽ നിങ്ങൾ ഒബ്വിയസ്ലി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അന്വേഷിക്കും. എനിക്കത് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിലും വലിയ സങ്കടമാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്റ്റാറ്റസുകൾ, എന്നാലും ഞാൻ 2-3 സ്റ്റാറ്റസ് ഇട്ടു. കുറേ പേര് വ്ളോഗ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നിനും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ഇപ്പം യൂട്യൂബിലായാലും എനിക്ക് കമൻസിന് ഒന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നും കണ്ടില്ല, റേഞ്ചിൻ്റെ പ്രശ്നം. പിന്നെ നമ്മളിങ്ങനെ ഒരു ട്രിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കമൻറ്റിൻ്റെ സമ്മറി എടുത്ത് നോക്കും. ഇപ്പം നമ്മുടെ ഉള്ളതുകൊണ്ട് സമ്മറി എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്, എന്താണ് കൂടുതൽ സജഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സമ്മറിയിൽ പറയൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അല്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു തോന്നൽ വന്നു. ഇതിനി ആൾക്കാർക്കിത് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞത് അത് പൊട്ട രീതിയായിട്ട് തോന്നും. ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തോന്നാം. ബട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയൊക്കെ പോയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, എനിക്ക് യൂട്യൂബ് ത്രൂ കിട്ടിയ ഒരു ഫ്രണ്ടാണ് ആദി ട്ടോ. കുമ്മളിക്കാരിയാണ്. ആ ഒരു ബേസിലാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത്. പലപ്പോഴും കുമ്മളിയിൽ വെച്ച് കാണാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ അന്ന് സെപ്റ്റംബർ 3-ാം തീയതിയാണ് അവൾ മിത്തേരയിൽ പ്രസവിച്ചത്. അന്ന് ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണെങ്കിലും നമുക്ക് തിരിച്ച് തൃശ്ശൂർ പോകാനുള്ള തിരക്കിൽ ഞാനത് മറന്ന് അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നാളെ നീളായി. പക്ഷേ ഞാൻ കുമ്മളിക്ക് വരുന്ന കാര്യം നമുക്ക് കൺഫേം ആയെങ്കിലും ഇന്നലെ ഞാനൊന്നും ആദ്യയോട് പറയാൻ നിന്നില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ലക്കുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അവളെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഹരിപ്പാടാണ്. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ആദ്യം ഞാൻ മെസ്സേജ് അയച്ചിട്ടു, ആദ്യം ഞാനിവിടെ കുമളിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് അപ്പം മെസ്സേജ് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ മൂപ്പര് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇവിടെ അമാനയിലുള്ള കാര്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഓൾറെഡി ഞാൻ കുട്ടിക്കാനം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അവൾ അതിന് ഓൾറെഡി കുമളിയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു, കാണാൻ എപ്പോൾ പറ്റുക. അപ്പോൾ അവൾ പറഞ്ഞു വൈകുന്നേരം ഞാൻ ടൗണിൽ വരുമെന്ന് പറഞ്ഞു. എൻ്റെ ആകെ പ്രാർത്ഥന വീട്ടിലോട്ട് വിളിക്കല്ലേ എന്നായിരുന്നു. നമുക്കൊരു പരിചയമില്ല, അവളെ മാത്രം നമുക്ക് പരിചയമുള്ളൂ. ഫോട്ടോസ് ത്രൂ പാരൻസിനെയും സിസ്റ്റേഴ്സിനെയും അറിയാവുന്നതല്ലാണ്ട് നമ്മൾ നേരിട്ട് ഇതുവരെ ഞാൻ ആദ്യനെ കൂടുതലും കണ്ടിട്ടില്ല. അപ്പോൾ അവൾ വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു. ഞങ്ങൾ തങ്കച്ചാച്ചൻ്റെ അവിടെ ഇരുന്നപ്പം വിളിച്ചു, ഇങ്ങനെ ഞാൻ സ്മാർട്ടിലുണ്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി മോനെയും കണ്ടു, ഹസ്ബൻഡിനെ കണ്ടു, സിസ്റ്ററിനെയൊക്കെ കണ്ടു. കുറേ നേരം നിന്ന് സംസാരിച്ചു, ഫോട്ടോസ് എടുത്തു. പിന്നെ പിള്ളേരെ കാണാൻ ഡോൺ ചേട്ടനും പിള്ളേരും കാറിൽ നിന്ന് ഇറങ്ങിയില്ല, പാർക്കിങ്ങിൽ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു എന്താ സിറ്റുവേഷൻ നോക്കട്ടെ, കാരണം സൂപ്പർ മാർക്കറ്റ് ആണല്ലോ. ചില ദിവസങ്ങളിൽ അവർ നല്ലതായിട്ടിരുന്നാലും ചില ദിവസങ്ങളിൽ അവർ അടയും. അപ്പം അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണ്ട് സംസാരിച്ച് ഞാൻ പറ്റിയാൽ തമ്പനെയിൽ ഫോട്ടോ ആഡ് ചെയ്താ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ച് അങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടി എനിക്ക്. ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നുമല്ലോ. അതും ഒരുപാട് നാളായിട്ട് പെൻഡിങ്ങിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം അല്ലെന്നല്ല, പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് 2-3 പേരേ ഉള്ളൂ ആക്ച്വലി. അവർക്ക് മനസ്സിലാവും, അവരെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരാണ് ആ ഒരാളെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതും പുറത്ത് കോണ്ടാക്റ്റ് ഉള്ളതായിട്ടുള്ള ആളല്ലെന്ന് അറിയാം. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ ഒരു കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നതാണ്. അതിൽ ഒരാളാണ് ആദ്യം. പക്ഷെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. വിഷമമുണ്ട് അവരോട് മിണ്ടാൻ പറ്റാത്തതിൽ. എനിക്ക്
നല്ല വിഷമമുണ്ട്. എൻ്റെ സിറ്റുവേഷൻ അതാണ്, എനിക്ക് പറ്റാറില്ല. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മോശം കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതിലാണ് ഞാൻ മോശം കേട്ടോ. അതിലൂടെ എനിക്ക് പല പ്രശ്നങ്ങൾ സ്റ്റിൽ നൗ എനിക്കുണ്ട് കേട്ടോ. എൻ്റെ ബന്ധുക്കളുടെ അടുത്തായാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവിൻ്റെ ഇഷ്യൂസ് എനിക്കുണ്ട്. അതെനിക്ക് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ മനസ്സിലാവാറുണ്ട്. നമ്മളെ അവർ അത്രയും കൺസേൺ ചെയ്ത് കണ്ടിട്ട് പോലും നമുക്കത് തിരിച്ചു കൊടുക്കാൻ പക്ഷേ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. പക്ഷേ എനിക്കത് പുറത്ത് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ എനിക്ക് കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു, കാരണം ദൂരെയുള്ളവരെ നമുക്ക് കാണാൻ ഒരു അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഫോണാണ്. അതിൽ ഞാൻ ഭയങ്കര മോശമാണ്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നിങ്ങൾ വെക്കേഷൻ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ കുമളിയിൽ വരാം. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ക്ലൈമറ്റ് ആണ്. നല്ല കാറ്റുണ്ട്, തണുക്കുണ്ട്. ഞങ്ങളോട് ചോദിച്ചിരുന്നു അവർ എ സി റൂം വേണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എ സി വേണ്ട, കുഴപ്പമില്ല, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. ചാക്കോയ്ക്കാണ് കുറച്ച് ചൂട് കൂടുതലുള്ള പാർട്ടി കേട്ടോ. ബട്ട് നല്ലൊരു തീരുമാനമായിരുന്നു തോന്നി. എ സി എടുത്തിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അതുകൊണ്ട് പക്ഷേ നല്ല തണുത്ത കാറ്റാണ്. റൂമിലും നല്ല കൂളിംഗ് ആണ് കേട്ടോ. നല്ല ഒരു ടോട്ടലി നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് കമ്മിങ് വീഡിയോസിൽ കാണാം, സംസാരിക്കാം. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.